അല്ല ഈ പിന്നെ ചില മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു, എവിടെയാണ് റെഡ് സ്ട്രീറ്റ്, എന്താണ് റെഡ് സ്ട്രീറ്റ് എന്ന് ചോദിച്ചു. അതിന് അറിയുമായിരുന്നില്ല. പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടനെ ചോദിച്ചത് റെഡ് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചൊടിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് പ്രക്രിയയുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേര് നിർത്തിക്കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. അതാണ് മാറ്റം എന്ന് പറയുന്നത്. മറുവശത്ത് CPM ഇതിനെ കുറിച്ചൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ? വേണ്ട. ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക്. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 30, 35 പതിറ്റാണ്ടുകൾ ഭരിച്ച കാലമല്ലേ, നാടുകളല്ലേ? അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. നിങ്ങൾ അവിടെ ഒന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ്. റഹീമൊക്കെ ഇങ്ങനെ BJP ഉപദേശിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക, അങ്ങനെയാണല്ലോ. CPM-മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പണി അതാണല്ലോ, കോൺഗ്രസിനെ ഉപദേശിക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. കുറെ BJP ഉപദേശിക്കുക. നിങ്ങൾ ആദ്യം സ്വയം നന്നാവ്. സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്ക്. അങ്ങനെയെങ്കിലും CPM നന്നാവട്ടെ. ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും CPM വളർന്നിട്ടില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.